ട്രെയിൽസ് ആൻഡ് ട്രാവൽ ഫുട്ടേജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് UAE വരുന്ന റെസിഡൻസിനാണെങ്കിലും അതെ വിസിറ്റേഴ്സിനാണെങ്കിലും എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ദോ ക്രൂസ് സഫാരി. അപ്പം നമ്മളൊരു ദോ ക്രൂസിൻ്റെ ഒരു സഫാരി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ പോവാണ്. ഇവിടെ പതുക്കെ ഓടറാ, ഒരുത്തനടക്കണമെന്ന് തകർക്കുന്നു. അപ്പം ദോ ക്രൂസിൻ്റെ റൈഡ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം എല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ പറയുക. ഓടിപ്പോയനാണ്ട് തിരിച്ചു വരുന്നുണ്ട്. ഈ ദോ ക്രൂയിസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അൽ ജദ്ദാഫിലാണ്, ദുബായിൽ തന്നെയുള്ള. അപ്പം അവിടെ ഒരു ജമീൽ ആർട്സ് സെന്റർ ഉണ്ട്. ആർട്സ് സെന്ററിന്റെ ഉള്ളിൽ അവിടെ പാർക്ക് ചെയ്യാം. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ അതിന്റെ പാർക്കിംഗ് ഫുൾ ആയതുകൊണ്ട് നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ചപ്പുറം മാറിയാണ് പാർക്ക് ചെയ്തത്. ഈ കാണുന്നതൊക്കെയാണ് ആ ഒരു ആർട്സ് സെന്റർ ആയതുകൊണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമാണ്. ആർട്സ് സെന്ററിന്റെ സൈഡിലൂടെ പോകുമ്പോൾ തന്നെ നമ്മുടെ ദോ ക്രൂയിസിലേക്ക് പോകുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. നാട്ടുപരമായിട്ട് വളരെ വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. വളരെ മനോഹരമാണ് ഇത് കാണാനായിട്ട്. ശരിക്കും വിന്റർ ഒക്കെ ആവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഈവനിങ് തൊട്ടേ സർവീസും ഉണ്ട്. പക്ഷേ ഇപ്പൊ സമ്മർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആകെ 1-2 സർവീസും ഉള്ളു. ഞങ്ങളോട് അവിടെ എത്താൻ പറഞ്ഞത് 8:30 ആണ് സമയം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് പേര് അതിന് മുന്നേ ഉള്ള സർവീസ് ആണ്ട് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നവരുണ്ട്. ഇവിടെ ഈ ആർട്സ് സെന്ററിന് ഇവിടേക്ക് വന്നിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു പാലം മേളിലേക്ക് കയറി ഓപ്പോസിറ്റ് ക്രോസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ബോട്ട് എവിടെയാണ് പാർക്ക് ചെയ്തേക്കണമെന്ന് അറിയത്തില്ല. അതിനൊരു കോർഡിനേറ്ററുണ്ട്. കോർഡിനേറ്ററിനെ ഇനിയിപ്പം വിളിക്കണം. പുള്ളി എന്തായാലും അത് ക്രോസ് ചെയ്ത് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. നമ്മുടെ ബോട്ട് സർവീസ് നടക്കുന്ന ദോ ക്രൂസിൻ്റെ സർവീസ് നടക്കുന്ന അവിടുത്തെ ഒരു ഹോട്ടലാണ്. അടിപൊളി ഹോട്ടലാണ്. അലാസോ വസാക്കെ ഹോട്ടൽ, ദുബായ്. ഇതുപോലുള്ള ഒരുപാട് സർവീസുകളാണ് ഇവിടെ ഉള്ളത്. പല ടൈമിങ്ങിലാണ് സർവീസുകൾ നടക്കുന്നത്. നമ്മുടെയാണ് ഈ മഞ്ഞ.
ബോട്ടിൻ്റെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ബോട്ടിന് പുറത്തുള്ള വ്യൂസാണ്. അല്ല, ഞങ്ങൾ കോർഫക്കാൻ അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ദോ ക്രൂസിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടുന്ന് ഒരു 1 hour 15 minutes എടുത്തു ഇതിലേക്ക് വരാനായിട്ട്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ 8:30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റായി. കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ എല്ലാവരും കൂടെ എടുത്ത് ഞങ്ങളെ പഞ്ഞിക്കിട്ടേനെ. എനിവേ ഓടി എത്തി. ഞങ്ങളെത്തിയത് തന്നെ, ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയത്. എത്തിയ പാടെ തന്നെ എന്തായാലും അവർ വണ്ടി എടുത്തു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. എല്ലാവരും മിക്കവാറും ഞങ്ങളുടെ ഇടപാട് തീർന്നേനെ. സ്റ്റാഫൊക്കെ ആണെങ്കിലും ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ലേറ്റായിട്ടും പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇതൊരു എന്താ ഒരു തടിയാണോ? തടിയും ഹാഫ് തടിയും താഴെ വേറെ മറ്റേ ഫൈബറിൻ്റെയും കൂടെ ഒരു സംഭവമാണ്. നല്ല ഒരുപാട് ലൈറ്റൊക്കെ ആയിട്ട്. അതിൻ്റെ ചെറിയൊരു ഔട്ട്സൈഡ് വ്യൂ കാണിക്കാം ഞാൻ. അടിപൊളിയാണോ? ഇങ്ങനെ ദോ ക്രൂയിസിൻ്റെ യാത്ര ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ശരിക്കും നല്ലൊരു ഇതാണ് പറയണ്ടേ, ദുബായിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ജസ്റ്റ് അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന നല്ലതായിരിക്കും. ഹായ്. അപ്പോൾ നമ്മൾ ദോ ക്രൂസിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള നമ്മുടെ ടൈറ്റാനിക്കിനെ പോലെയുള്ള സ്ഥലത്താണ്. ടൈറ്റാനിക്കിൽ നിന്ന പോലെയാണ്. പൊളി സംഭവമാണ് കേട്ടോ. പൊളി എന്ന് പറഞ്ഞാൽ പൊളി, അടിപൊളി. ബോട്ട് ഏകദേശം അവിടെ വരെയുള്ള അത് വെച്ചിട്ട് ഇങ്ങോട്ട് ഒരു എക്സ്റ്റൻഷനാണ്. നല്ല രസമുണ്ട്. ആണോ? എന്താണ് ആ സംഭവം എന്ന് പറയുന്നത്? इधर बैठ के खा सकता है? इधर बैठ के? ओके ओके, मुश्किल है इसलिए मैं अभी बाहर आया क्योंकि अभी खाना खा लेंगे सब बाहर निकलेगा. ഓക്കെ. ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടിപൊളി. ഇതാണ് നമ്മുടെ ദോ ക്രൂസ്. അവിടെ വേറെ ദോ ക്രൂസുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു 8:30-ക്കാണ്. പക്ഷെ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട്, പക്ഷെ നമുക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തു. അതൊരു നല്ല കാര്യമായി. ബുർജ് ഖലീഫ കാണാം ഇവിടെ വന്നിട്ട്. തോണ്ടേ ഭക്ഷണങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം തീരാറായി. ഇതൊക്കെയാണ് അതിൻ്റെ ഫുഡ് ഐറ്റംസ്. വെജിറ്റേറിയൻ ഫുഡുണ്ട്, നോൺ വെജ് ഉണ്ട്.
നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ സൈഡിൽ കൂടെയുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു കാഴ്ചയാണ്. ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറിയാണ്. ഇത് ശരിക്കും ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലൈബ്രറിയാണ്. അടിപൊളി ലൈബ്രറിയാണ് കേട്ടോ. ആരോ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന പോലെ ഇടുന്നതായിരിക്കും. നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ടിൻ്റെ പാർക്കിംഗ് സ്പോട്ടിലേക്ക് എത്തുകയാണ്. നമ്മുടെ പരിപാടി കഴിഞ്ഞ് അപ്പം നമ്മൾ തിരിച്ച് പാർക്കിംഗ് സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വ്യത്യസ്തമായ വീഡിയോകൾ വീണ്ടും ചാനലിലൂടെ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ്. താങ്ക് യു. ബൈ ബൈ.